രാഹുൽ, 6 മണിക്കാണ് പ്രധാനമന്ത്രി കൊച്ചിയിലെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞല്ലോ. പ്രവർത്തകർ റോഡിൻ്റെ ഇരുവശത്തും നിന്ന് അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി തടിച്ചുകൂടിയതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പോൾ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? എവിടെയൊക്കെയാണ് ഗതാഗത നിയന്ത്രണങ്ങൾ ഉള്ളത്? ഗോപികൃഷ്ണൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 1.25 കിലോമീറ്ററാണ് ഈ റോഡ് ഷോ ഉള്ളത്. നമ്മളതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തായിട്ടാണ്, അതായത് കമ്മീഷൻ ഓഫീസ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഗസ്റ്റ് ഹൗസ് ആണ്. ആ ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ റോഡിൻ്റെ ഇരു സൈഡിലുമായിട്ടും വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തം അല്ലെങ്കിൽ ആളുകളുടെ ഒരു തിങ്ങി നിറയുന്ന ഒരു അവസ്ഥ ഇപ്പോഴുണ്ട്. BJP പ്രവർത്തകരാണ് എല്ലാവരും. മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ ഇവിടെ എത്തിയവരുണ്ട്. പല ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നവരാണ്. ഇവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഏത് ഭാഗത്ത് നിൽക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഇവർ നിൽക്കുകയും ചെയ്യുന്നത്. ചേച്ചി, നിങ്ങളൊക്കെ എവിടുന്ന് വന്നാണ്, എപ്പോൾ വന്നാണ്? ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണോ മോദിജിനെ കാണാനായിട്ട്? കാത്തിരിക്കുമല്ലേ, നല്ല വെയിൽ കൊണ്ട് ഞങ്ങളിവിടെ ഇത്രയും ദൂരെ വന്നത്. ഇതിനു മുമ്പും കേരളത്തിൽ വന്നിട്ടുണ്ട്, ആ സമയത്തൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്? തീർച്ചയായിട്ടും വികസനത്തിൻ്റെ പാത തുടർന്ന മോദിജിയെ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടി വലിയ ആകാംക്ഷയോട് കൂടിയാണല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? അതെ, ഞാൻ കാണാൻ വന്നിരിക്കുന്ന മോദിജിയെ കാണുക എന്നുള്ളതാണോ? തീർച്ചയായിട്ടും മോദിയെ കാണാനുള്ള ആകാംക്ഷയോട് വന്നിരിക്കുകയാണ് ഇവിടെ. ബോംബെ തോന്നി? അല്ല, ഞങ്ങൾ ബോംബെയിലാണ് താമസിക്കുന്നത്, ഇപ്പോൾ നാട്ടിൽ വന്നതാണ്. ഒരുപാട് നേരമായിട്ട് ഇവിടെ നിൽക്കുന്നത്? അതെ, ഒരു 10-11 മണിയാകുമ്പോൾ വന്നതാണ്. ഗോപീഷൻ, അങ്ങനെയാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ വന്ന് സ്ഥലം പിടിച്ച ആളുകളൊക്കെ ഉണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഇനിയും എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സൈഡിൽ നിന്ന് നേരിട്ട് തൊട്ടടുത്ത് കാണാനുള്ള ഒരു സാധ്യത ചിലപ്പം ഒരുപക്ഷെ കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാവാം ഈ ആളുകളൊക്കെ നേരത്തെ തന്നെ ഇവിടെ വന്ന് തിങ്ങിയിരിക്കുന്നത്. 5 മണിയോടുകൂടി ഇവിടുത്തെ ഗതാഗത നിയന്ത്രണം കൂടുതൽ കടുപ്പിക്കും. കാരണം ഈ വഴി, ഈ റോഡ് ഷോ കടന്നു പോകുന്ന വഴിയിലൂടെ മറ്റു വാഹനങ്ങളൊന്നും കടത്തിവിടാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോലീസിന്റെ നിയന്ത്രണത്തിലും SPGയുടെ നിയന്ത്രണത്തിലുമാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യം 7 മണിയോടുകൂടിയാണ് റോഡ് ഷോ ആരംഭിക്കുക. അത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന്റെ അവിടെ നിന്ന് ഗസ്റ്റ് ഹൗസിലേക്ക്, പ്രധാനമന്ത്രി താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലാണ്, അവിടേക്കാണ് ഈ റോഡ് ഷോ നടക്കുകയും ചെയ്യുന്നത്. നിലവിൽ എന്തായാലും വലിയ ആൾക്കൂട്ടം ഇവിടെയുണ്ട്. റോഡിന്റെ ഇരു വശങ്ങളിലുമായിട്ട് ആളുകൾ തിങ്ങി നിറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. പോലീസിന്റെ കടുത്ത നിയന്ത്രണം ഇവിടെയുണ്ട്. കൃത്യമായിട്ടുള്ള പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രദേശത്തുള്ള കടകളൊക്കെ തന്നെ അടച്ചിട്ടുമുണ്ട്. മറ്റ് സ്ഥാപനങ്ങളോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഈ റോഡ് ഷോ ആരംഭിക്കുക മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് 6 മണിക്കാണോ റോഡ് ഷോ, അല്ല 7 മണിക്കാണോ റോഡ് ഷോ ആരംഭിക്കുക? ഗോപികൃഷ്ണൻ, അങ്ങനെ ഒരു സമയക്രമമാണ് ഇന്നലെ തന്നെ തന്നിട്ടുണ്ടായിരുന്നത്. കൃത്യം 6 മണിയോടുകൂടി നെടുമ്പാശ്ശേരിയിൽ എത്തുന്നു. അതിനുശേഷം ഇവിടെ എത്തി റോഡ് ഷോ കൃത്യം 7 മണിക്ക് തുടങ്ങി 7:15 അവസാനിക്കുന്ന രീതിയിലാണ് നിജപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അവസാനമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ആ രീതിയിൽ തന്നെയായിരിക്കും. അതിൽ പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാവാനുള്ളൊരു സാധ്യതയില്ല. ഇന്നലെയും ഈ ട്രയൽ റൺ ഉണ്ടായിരുന്നു. അതായത് ഈ സമയത്ത് എങ്ങനെയാണ് വാഹനങ്ങൾ കടന്നു പോകേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു നിയന്ത്രണം വരേണ്ടതെന്ന് നേരത്തെ തന്നെ നിശ്ചയിക്കുന്നതിന് വേണ്ടി ഇന്നലെ ഒരു ട്രയൽ റൺ ഉണ്ടായിരുന്നു. അതും ഇന്നലെ 7 മണിയോടുകൂടിയാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ റോഡ് ഷോ കൃത്യം 7 മണിക്കായിരിക്കും ആരംഭിക്കുക എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 5 മണിക്ക് ശേഷം ഈ നിയന്ത്രണങ്ങളിലേക്ക് കടന്നാൽ മതി അല്ലെങ്കിൽ കൂടുതൽ കടുപ്പിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം കൊച്ചിയിലെത്തുക വൈകിട്ട് 6 മണിക്കാണ്. 7 മണിക്കാണ് മഹാരാജാസ് ഗ്രൗണ്ടിൽ നിന്നും നേരെ ഗസ്റ്റ് ഹൗസിലേക്ക്, പ്രധാനമന്ത്രി തങ്ങുന്ന ഗസ്റ്റ് ഹൗസിലേക്കുള്ള അദ്ദേഹത്തിന്റെ റോഡ് ഷോ നടക്കുക. അത് 7 മണി മുതൽ 8 മണി വരെയാണ്. എല്ലാവിധത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. BJP പ്രവർത്തകരും മറ്റുള്ളവരും അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി റോഡിന്റെ ഇരുവശങ്ങളിലുമായി ചേർന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വരവ് കാത്ത് നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് S. വിജയകുമാർ, ഒപ്പം തന്നെ രാഹുൽ വിജയൻ വിശദാംശങ്ങൾ നൽകാൻ.